ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയ ചെറിയ റോസാപ്പൂക്കളാണ്. ചെറിയ റോസാ മിനി റോസസാണ്. അത്ര ചെറുതുമല്ല അത്ര വലുതും അല്ലാത്ത റോസാപ്പൂക്കളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഷെയ്ഡുള്ള പേപ്പർ, അതായത് ഫിനിക്സ് പേപ്പർ എന്നൊക്കെ പറയും. കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് 20 രൂപയാണ് വില. ഇതുപോലെ ഉള്ള ഡബിൾ സൈഡഡ് പേപ്പർ, പിന്നെ ഒരു പച്ച പേപ്പറും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ അതിങ്ങനെ അധികം ഇത് 20 രൂപയ്ക്ക് നമുക്ക് കുറച്ച് പേപ്പറേ കിട്ടുള്ളൂ. നമ്മൾ അധികം വേസ്റ്റ് ആക്കാതെ നമ്മൾ ആലോചിച്ച് നമ്മൾ വെട്ടിയെടുക്കണം, അല്ലെങ്കിൽ കുറേ വേസ്റ്റായി പോകും. ഇതിപ്പോൾ ഞാൻ 1 ഇഞ്ച് നീളത്തിൽ 1 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ വീണ്ടും ഞാൻ മുറിച്ച് 1/2 ഇഞ്ച് വീതത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 1 ഇഞ്ച് നീളത്തിലുള്ള പീസസ് ആക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതാണ്. സ്ട്രെച്ച് ചെയ്യുകയും നല്ലതായിട്ട് ഇങ്ങനെ വലിയുന്ന പേപ്പറാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം 2 എണ്ണം കുറച്ച് വലുതായിട്ടുള്ളത് വേണം. അതായത് നമുക്ക് ആദ്യം ഇത് വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇത് ഈ 1 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്തതിൻ്റെ 2 കോർണറുകളും നമുക്ക് മുറിച്ച് മാറ്റി ഒരു ഷേപ്പിലാക്കിയെടുക്കാം. ഇതേപോലെ ഇങ്ങനെ 2 സൈഡ് മുറിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വലിച്ച് റെഡിയാക്കി വെക്കാം. നമുക്ക് എല്ലാ പേപ്പറും ഒന്ന് വലിച്ച് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഒരു പെറ്റലിൻ്റെ ഒരു ഇതളിൻ്റെ ഇതിൽ കിട്ടും. എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫോയിൽ പേപ്പറാണ് എടുക്കേണ്ടത്. നമ്മൾ ഫുഡൊക്കെ കുഴിഞ്ഞുകൊണ്ട് വരുന്ന ഫോയിൽ പേപ്പറായാലും മതി. പിന്നെ ഒരു കമ്പി വേണം. പിന്നെ നമുക്ക് ഈ ഫോയിലിൻ്റെ നടുവിലേക്ക് കുറച്ച് ഗ്ലൂ ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലൂ ഗൺ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും വളരെ ഈസിയാണ്. ഇനി ഈ കമ്പി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കൊളുത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഗ്ലൂയോട് കൂടി തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. നമുക്കിതിൻ്റെ പുറത്ത് ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ച വലിയ പെറ്റൽ ഇങ്ങോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫോയിൽ കാണാതിരിക്കാനായിട്ട് മോൾ ഭാഗം നന്നായിട്ട് മൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഗ്ലൂ ഗണ്ണാണെങ്കിൽ പെട്ടെന്ന് ഇത് ഒട്ടി കിട്ടും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പശ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണില്ലാത്തവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോൾ ഭാഗം ഇതേപോലെ നമ്മൾ ചേർത്ത് അടച്ച് വെച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഓരോരോ പെറ്റൽസായിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം 12 പെറ്റൽസാണ് ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത്. ഓരോ പെറ്റൽസും വെച്ചിട്ട് അതിൽ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വിടർന്ന ഇതളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ സൈഡ് ഒന്ന് താഴേക്ക് ആക്കി കൊടുക്കാം. ഒരു കത്രികയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ചുരുട്ടി താഴോട്ട് ചുരുട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ ഫുള്ള് വിടർന്ന ഇതളുമായിട്ട് കിട്ടും. അപ്പോൾ അതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിനി ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം. കണ്ടോ, ഇങ്ങനെ ബാക്കിലേക്ക് മടങ്ങിയിരിക്കത്തക്കവണ്ണം ഒന്നാക്കി കൊടുക്കാം. ഇതെല്ലാം അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം വെച്ച് കൊടുത്തു. ഇത്രയും ഒരു സൈസിലേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വലിയ പൂവായിട്ട് വേണമെങ്കിൽ കുറേ കൂടെ പെറ്റൽസ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതുപോലെ ഒരു ഇത് വെട്ടിയെടുക്കാം. ഇത് വെട്ടിയെടുക്കാൻ എളുപ്പമാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന്
ഒരു 2-3 മിനിറ്റ് എടുക്കും കേട്ടോ ഇത് ഒട്ടിയെടുക്കാൻ. കാരണം ഗ്ലൂ ഗണ്ണാണെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഒട്ടിപ്പോവുള്ളൂ. ഇതിപ്പോൾ ഇനി നമുക്കൊരു ടേപ്പും ഒരു ലീഫും കൂടി ഇതിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല ഒരു ഫ്ലവർ വേസിൽ നിറയെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. വളരെ ഈസി ആയിട്ട് എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഒരു പൂ മാത്രം വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഒരു പൂ ഒരു മൊട്ടുമായിട്ടൊക്കെ വെക്കാവുന്നതാണ്. ചെറിയ വേസിൽ ഒരു പൂ വെച്ച് ഒരു ടേബിളിന് പുറത്തൊരു എണ്ണം വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.